ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. അതും വെറും 10 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഗ്ലാസ്സിലൊക്കെ അളന്നെടുക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പൊടി കുഴയ്ക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പം പൊടി കഴിക്കുകയാണെങ്കിലും ഇതുപോലെ ആദ്യം ഒന്ന് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉപ്പിൻ്റെ അളവ് ഇതിൽ ബാലൻസ് ആയി കിട്ടും കേട്ടോ. അടുത്തതായിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ എപ്പം പൊടി കുഴക്കുകയാണെങ്കിലും ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കുഴക്കരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയും പൂരിയും ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പൊടി കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ഇതിനും പൊടി കുഴച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഞാൻ 3 ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഴച്ചെടുത്തിട്ടുള്ള പൊടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പം തന്നെ പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് പരത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഉപ്പും ഓയിലും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് ഈ ഒരു പൊടി കുക്ക് ചെയ്തെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ പരത്തിയതിന് ശേഷം വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് പരത്തിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഓരോന്നും പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടി കൂട്ടിയിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. അപ്പോൾ ഇത് പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കയ്യിൽ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ആ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ ലെവലിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരേ ലെവലിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തമായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളാണ്. അത് മാത്രമല്ല ഇത് കാണുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന്നും ഒരു പീസ് കയ്യിലെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കി കൊടുക്കുമ്പം നമ്മുടെ ആ ഒരു സമൂസേൻ്റെ ഒക്കെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുമല്ലോ നമുക്ക്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു 2 അറ്റമില്ലേ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ടും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ല രീതിക്ക് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പരത്തിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇത് വേവിച്ചെടുക്കാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ വേവിച്ചെടുക്കുമ്പം ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മൊത്തമായിട്ടും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുക്കായോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവാന്ന് വെച്ചാൽ കുക്കായി കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലോട്ട് പൊങ്ങി വരും കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഞാനിത് മൊത്തമായിട്ടും ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളം പോകുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലോട്ട് നല്ലൊരു മസാല റെഡിയാക്കി എടുക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ഓയിൽ എടുക്കുമ്പം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സാധാ കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നല്ല രീതിക്ക് തന്നെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. സവാള ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത്
ചെയ്തത്. പിന്നെ പച്ചമുളകിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 3 പച്ചമുളക് കേട്ടോ, 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാളയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളെന്ന് പറയാനൊന്നുമില്ല, ഞാനിവിടെ മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് 3/4 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ള സോസ് എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആയെന്ന് കണ്ടാൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പം ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ തന്നെ പൊടിയിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അത് വേവിക്കുന്ന വെള്ളത്തിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സോയ സോസിലും കുറച്ച് ഉപ്പിൻ്റെ ഒരു അംശം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്കും അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ചിക്കന് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും ഉണ്ടാവുക. ചിക്കൻ നമ്മൾ സമൂസക്കൊക്കെ വേവിച്ചെടുക്കൂലേ, അതുപോലെ വേവിച്ച് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ച ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ എഗ്ഗ് ഒന്ന് പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ ഈ ഒരു സ്നാക്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്നാക്സ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക, അതുപോലെ ഡിന്നറായിട്ട് കഴിക്കുക. നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും അതുപോലെ സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.